സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ. ഒരു പുതിയ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചേർക്കണം എന്നിരിക്കട്ടെ. ഇതിനായി എന്തു ചെയ്യണമെന്ന് നോക്കാം. നിങ്ങളുടെ സ്ക്രീനിന്റെ താഴെയായി കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടൺ മൌസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒരു മെനു നിങ്ങൾക്ക് കാണാം. ഇതിൽ സെറ്റിംഗ്സ് എന്ന ഭാഗത്തേക്ക് മൌസ് പോയിന്റർ നീക്കുക. അപ്പോൾ തെളിയുന്ന മെനുവിൽ നിന്നും കൺട്രോൾ പാനൽ തിരഞ്ഞെടുത്ത് മൌസ് ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒരു ജാലകം നിങ്ങളുടെ സ്ക്രീനിൽ തെളിയുന്നു. ഇതിൽ ആഡ് റിമൂവ് പ്രോഗ്രാംസ് എന്നെഴുതിയ ഒരു ചിത്രം കാണുന്നില്ലേ? ഇതിൽ മൌസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ആഡ് റിമൂവ് പ്രോഗ്രാംസ് പ്രോപ്പർട്ടീസ് എന്ന ഒരു ചെറു ജാലകം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഈ ജാലകത്തിലെ ഇൻസ്റ്റോൾ എന്ന ഭാഗം മൌസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തെളിയുന്ന ജാലകത്തിൽ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി വരുന്ന ജാലകത്തിൽ ബ്രൌസ് എന്ന ഭാഗത്തു നിന്നും നിങ്ങളുടെ സോഫ്റ്റ്വെയർ എവിടെയാണോ അത് സെലക്ട് ചെയ്യുക. മിക്കവാറും ഇതൊരു CD ആയിരിക്കുമല്ലോ. നിങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് 2000 എന്ന സോഫ്റ്റ്വെയർ പാക്കേജാണ് ചേർക്കാൻ ശ്രമിക്കുന്നത് എന്നിരിക്കട്ടെ. CDയിലുള്ള കാര്യങ്ങൾ ഈ ജാലകത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ സെറ്റപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് മൌസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ജാലകത്തിൽ ഫിനിഷ് എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് മൌസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടർ പുതിയ സോഫ്റ്റ്വെയർ ചേർക്കുവാൻ തയ്യാറായി കഴിഞ്ഞു. സോഫ്റ്റ്വെയറുകൾ കമ്പനിയുടെ അനുവാദമില്ലാതെ പകർപ്പെടുക്കുന്നതും മറ്റും ശിക്ഷാർഹമാണല്ലോ. യഥാർത്ഥ CDയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൽ ഒരു കോഡ് കൂടി ഉണ്ടാകും. ഈ കോഡ് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം സോഫ്റ്റ്വെയറുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ചേർക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ജാലകത്തിലാണ് ഈ കോഡ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ പേര്, സ്ഥാപനത്തിന്റെ പേര് തുടങ്ങിയ കാര്യങ്ങൾ ചേർത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തു വരുന്ന ജാലകത്തിൽ ആദ്യത്തെ കാര്യം സെലക്ട് ചെയ്ത് അടുത്ത ജാലകത്തിലേക്ക് പോവുക. ഇവിടെ ഇൻസ്റ്റോൾ നൗ എന്ന ബട്ടൺ കാണുന്നില്ലേ? ഇതിൽ മൌസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കുറച്ചു സമയം കാത്തിരിക്കുക. അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ പുനഃപ്രവർത്തനം തുടങ്ങട്ടെ എന്ന് ചോദിക്കുന്ന ഈ ജാലകം തെളിയുകയായി. ഇതിൽ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്തു നോക്കൂ. പുതിയ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചേർക്കപ്പെട്ടു കഴിഞ്ഞു.